ചലച്ചിത്രതാരം ഗൗതമിയുടെ ഭൂമി തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. കുന്നംകുളം പുതുശ്ശേരിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സംഘത്തെ തമിഴ്നാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സിനിമാ താരം ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ, ഭാര്യ നാച്ചൽ, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേരെയാണ് തമിഴ്നാട് പോലീസ് പുതുശ്ശേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടിയത്. ചെന്നൈ അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ ഉന്നത പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പുതുച്ചേരിയിലുള്ള എഴുത്തുപുരയ്ക്കൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൌകര്യം ഒരുക്കി നൽകിയ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ BJP പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തതായാണ് സൂചന. ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 8:30 പുതുശ്ശേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ തമിഴ്നാട് പോലീസ് സംഘം ആരംഭിച്ച റെയ്ഡ് ഉച്ചതിരിഞ്ഞ് 5 മണിവരെ നീണ്ടു. ഇതിനിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി തട്ടിപ്പ് സംഘത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം 5 മണിയോടെ സംഘത്തിലെ 5 പേരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. തുടർന്ന് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. ശ്രീപെരുംപുതൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും ഇപ്പോൾ വധഭീഷണി നേരിടുകയാണെന്നും ഗൗതമി നേരത്തെ ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. അതിനു പിന്നാലെ ഗൗതമിയെ വിളിച്ചുവരുത്തി പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. കാഞ്ചീപുരം ജില്ലാ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സൂപ്രണ്ടിന് മുന്നിൽ ഹാജരായ ഗൗതമിയിൽ നിന്ന് പോലീസ് അരമണിക്കൂറോളം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തന്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് ഗൗതമി പരാതിയിൽ വിശദീകരിക്കുന്നു. 46 ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്ന് അറിയിച്ചാണ് അഴകപ്പൻ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റും ഭാര്യയും സമീപിച്ചതെന്ന് ഗൗതമി പരാതിയിൽ പറയുന്നു. വിശ്വസനീയതയോടെ പെരുമാറിയിരുന്ന അവർക്ക് താൻ പവർ ഓഫ് അറ്റോർണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ച് അവർ 25 കോടിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിരിക്കുകയാണെന്ന് ഗൗതമി പരാതിയിൽ വ്യക്തമാക്കുന്നു. ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചത് പ്രകാരം 4 തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട്. തട്ടിപ്പ് നടത്തിയ അഴകപ്പൻ രാഷ്ട്രീയ ഗുണ്ടകളുടെ സഹായത്തോടെ മകൾ സുബ്ബുലക്ഷ്മിയെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും വധഭീഷണിയടക്കം ലഭിക്കുന്നുണ്ടെന്നും അടുത്തിടെ BJP വിട്ട ഗൗതമി പറയുന്നു. ഇത് മകളുടെ പഠനത്തെയടക്കം സാരമായി ബാധിക്കുന്നുവെന്നും വിഷയത്തിൽ ഇടപെട്ട് നഷ്ടപ്പെട്ട ഭൂമി തിരികെ വാങ്ങി നൽകാൻ പോലീസ് ഇടപെടണമെന്നും തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നുമാണ് ഗൗതമി പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 20 വർഷമായി അംഗമായ BJPയിൽ നിന്നും ഈ വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാലാണ് താൻ പാർട്ടി വിട്ടതെന്നും ഗൗതമി അറിയിച്ചിരുന്നു. 80കളുടെ അവസാനവും 90കളിലും സിനിമയിൽ സജീവമായിരുന്ന ഗൗതമി തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസന്റെ മുൻ പങ്കാളിയായ ഗൗതമി ക്യാൻസറിന് ചികിത്സ തേടിയിരുന്നു. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ്, കേച്ചേരി.